ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പം ഇന്നാണ് കല്യാണം. അപ്പം നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവണേണ്. ഈ തന്തയും മോനും കുറേ നേരമായി കണ്ണാടിന് മുമ്പിൽ കിടന്ന ഷോ. ഇവരൊന്ന് മാറിയിട്ടാണ് എനിക്ക് റെഡി ആവാൻ. അപ്പം നമ്മളിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ, കാരണം പള്ളിയിൽ വെച്ചായിരുന്നു നിക്കാഹ്. അപ്പം ഇക്കാക്ക് നിക്കാഹിന് കാരണമായിരുന്നു. منك نكاحها وتزويجها بهذا المهر المذكور ورضيت. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോളിലോട്ട് ചെന്നു. ഹോളിൽ ചെന്നപ്പോൾ ആസിഫ് കണ്ണടിക്ക് വെച്ച സ്റ്റേജിൽ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ചാലു കുറേ നേരമായിട്ട് ആസിഫിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കണമെന്നായിരിക്കും അവൻ നോക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു. ബ്രൈഡിൻ്റെ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ 5 കൊല്ലത്തെ റിലേഷൻഷിപ്പാണ് ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. മാഷാ അല്ലാഹ്. അപ്പം രണ്ടുപേർക്കും എൻ്റെ ഹാപ്പി മാരീഡ് ലൈഫ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലോട്ട് അങ്ങോട്ട് കിടന്നു. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടാ, എനിക്കിഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചെക്കൻ ഭയങ്കര അലമ്പായിരുന്നു. അവനെ പിന്നെ ഞാൻ ഇക്കാകടെ കൈ കൊടുത്തിട്ട് ചൂടൊക്കെ അല്ലേ 2 ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. ഇക്കാകും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ ചെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തത് റിസപ്ഷന് പോകാനുള്ള ഒരുക്കമായിരുന്നു. കൊള്ളാല്ലേ, രാവിലെ ഇട്ടേനേക്കാളും കൊള്ളാം അല്ലേ, സൂപ്പറായിട്ടില്ലേ. ഫോട്ടോ എടുക്കണേ. ചെന്ന ഉടനെ ഒരു ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു. ഫ്രഷ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. ചാലു ആയിരുന്നെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് പിടിവിടണ്ടായിരുന്നില്ല. ഒരു തരത്തിലാണ് ജ്യൂസ് കുടിച്ചത്. അപ്പത്തേക്കും ചെക്കനും പെണ്ണും എത്തിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അകത്തോട്ട് കയറിയപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ബൊഫയാണ്. പിന്നെ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റേജിൻ്റെ കാര്യം എടുത്തു പറയണം, അത് അടിപൊളിയായിരുന്നു. ഇതിൽ കാണുന്നേക്കാളും അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും കയറി ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇക്കാക പിന്നെ ഞങ്ങളെ ഇറക്കി വിട്ട് ഇക്കാക അവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇടിച്ച് കയറിക്കോളും. ഞങ്ങൾ പിന്നെ ഫുഡും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.